അപ്പം ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ ഫുഡ് ട്രക്ക്. ചെറിയൊരു വണ്ടിയാണേ. അപ്പോൾ അതിനകത്ത് ഇവരിപ്പോൾ സാധനങ്ങളെല്ലാം അകത്തേക്ക് ഇങ്ങനെ സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. അതാണ്ടില്ലേ, ഇതെല്ലാം ഇവർ ഇവിടെ അടിപൊളിയാക്കിയിട്ട് സാൻഡ്വിച്ച്. ഇത് കണ്ടില്ലേ, ചിക്കനൊക്കെ ഇവർ ഇവിടെ നിന്ന് തന്നെ സെറ്റാക്കും കേട്ടോ. എന്നിട്ടാണ് കൊണ്ടുപോവുക. കാരണം ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുന്നില്ല, എല്ലാം പുറത്തുനിന്ന് നല്ല അടിപൊളിയായി കുക്ക് ചെയ്തിട്ടാണ് കൊണ്ടുപോണത്. കണ്ടോ, ഇതെല്ലാം ഇവർ ഫില്ല് ചെയ്യണം കേട്ടോ. ഇനി എല്ലാം ഇവിടെ അങ്ങനെ ഫില്ല് ചെയ്ത് ഇങ്ങനെ വെക്കും. ഇപ്പോൾ വണ്ടി ഫുള്ള് ക്ലീൻ ചെയ്ത് എല്ലാം ക്ലീൻ ആക്കി വെച്ചിരിക്കുകയാണ്. ഇതേ കണ്ടില്ലേ, മൊമോസ്, ചിക്കൻ മൊമോസ് പ്രിപ്പയർ ആക്കി. ഇനി ഇതെല്ലാം ഇവർ ചൂടാക്കും. ചിക്കനെല്ലാം ഒന്നുകൂടെ ചൂടാക്കിയിട്ടാണ് സപ്ലൈ. അതൊക്കെ അവിടെ നിന്ന് ചെയ്യും. മോനെ എവിടെ നോക്കിക്കേ, നല്ല കിഡിലനായിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ. ഒരു രക്ഷയില്ലേ. അപ്പോൾ ഇവരാണ് കേട്ടോ, ഇവരുടെ വണ്ടിയാണിത്. അപ്പോൾ ഇതേ നമുക്ക് അതൊക്കെ പൊളിക്കും. അപ്പോൾ നമ്മളിവിടെ വന്നിട്ടാണ് നമ്മൾ ഇന്നലെ സംസാരിച്ചത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഫുഡ് എന്താ പറയുക, ഫുഡ് ഉണ്ടാക്കാനുള്ള സ്ഥലം, പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ടോ ചോദിച്ചപ്പോൾ അങ്ങനെ നമ്മളിവിടെ വന്നതാട്ടോ. അപ്പോൾ അതാണ്ടോ ഇവന്മാരുടെ പരിപാടിയാണിത്. ഫുഡ് ട്രക്കൊക്കെ നല്ല നൈസായിട്ടുള്ളൊരു പരിപാടിയാണ്. നമുക്ക് ഫുഡൊക്കെ നമ്മളവിടെ പോയിട്ട് ഇപ്പോൾ വന്നതാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്താ ഫ്രഞ്ച് ഫ്രൈസ് വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അടിപൊളിയാണോ അകത്തൊക്കെ? അടിയിലൊക്കെ സെറ്റിംഗ് ഉണ്ട്. 4 സ്റ്റൗ ഉണ്ട്. പിന്നെ ലൈറ്റ് സെറ്റിംഗ്സ് ഒക്കെ ഉണ്ട്. പിന്നെ അവിടെ സപ്പോർട്ട് ഒരു ഡ്രൈവറിന് നോക്കാനും പറ്റും. എന്തായാലും പണി കിട്ടിയല്ലോ, സന്തോഷം. ഇനി സുഖമായിട്ട് പെട്രോൾ അടിച്ച് യാത്ര ചെയ്യാലോ. കസ്റ്റമർ നമ്മളിതേ ഫുഡൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ എന്നത്തെയും പോലെ ആകെ ഞങ്ങൾ ഒരു ദിവസം അവിടെ വന്നിട്ട് കുക്ക് ചെയ്തിട്ടുള്ളൂ അല്ലേ. പിന്നെ അതേ പയ്യെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊണ്ടുവന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു പണി പാളിപ്പോയി. അവരുണ്ടാക്കിയപ്പോൾ ഇനി ഈ എഗ്ഗും ചിക്കനും ഞാൻ തന്നെ കഴിക്കണം, ഇതിനകത്തുനിന്ന് മാറ്റിയിട്ട്. ഓക്കെ ഭയ്യ, ബൈ ബൈ. ഇതാണ് കേട്ടോ അവിടുത്തെ മെയിൻ ഷെഫാണ്. ഇതാണ് നമ്മുടെ വേറൊരു ഭയ്യ കേട്ടോ. ഭയ്യ ഓക്കെ, ബൈ ബൈ. ഓക്കെ ബ്രോ, സീ യു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ബായ് പറഞ്ഞ് പോവുകയാണ്. ഇവരിവിടെ കുക്കിംഗ് ഫുഡ് ട്രക്കിലേക്കുള്ള പരിപാടികളാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മളിവിടെയാണ് പാത്രം കഴുകലും എല്ലാം ചെയ്തുകൊണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ മെയിൻ ഷെഫ് ഭയ്യ മേഘാലയ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരോടും ബൈ ബൈ. ഓക്കെ, സീ യു. നമ്മൾ പോവാം. ഇവനെ അറിയില്ലേ, ഇവരെ നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടായിരുന്നത്. ഓക്കെ ബൈ. അപ്പോൾ ഇതാണ് നമ്മുടെ ഭയ്യ കേട്ടോ. നമ്മുടെ ഫുഡ് ട്രക്കൊക്കെ നമ്മൾ കാണിച്ചായിരുന്നു. നമുക്കിവിടെ ഫുള്ള് പാർക്കിംഗ് ഒക്കെ തന്ന് നമ്മളെ. ഭയ്യ, ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് പ്ലീസ്. My name is Billy from Aizawl, Mizoram. Okay. And I'm the owner of this Just Chill food truck. And Ramju and Kripa are good travelers. I wish you all the best. Thank you very for much your future journey. Safe travel and Godspeed. Thank you. അങ്ങനെ നമ്മളുടെ മിസോറാം യാത്ര അവസാനിച്ച് നമ്മളിപ്പോ മിസോറാം ഐസ്വാൾ എന്ന സിൽച്ചറിലേക്ക് പോവുകയാണ്. ലപ്പു, ഞങ്ങൾക്ക് മിസോറാം സൂപ്പർ ആയിരുന്നു. ഞങ്ങളെ പിറ്റേ ദിവസം കേറിയപ്പോ തന്നെ ഭയങ്കര ഇതായിരുന്നു. അതന്നെ ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ ഒന്നല്ല. ഫസ്റ്റ് ബാഡ് ഇംപ്രഷൻ ആയാലും പിന്നെ നല്ല ഇംപ്രഷൻ വരുന്ന ഒരു എക്സാമ്പിൾ കൂടിയാണ് കേട്ടോ. അപ്പൊ നമ്മൾക്ക് വന്നപ്പോ തന്നെ ഭയങ്കര ടയേർഡും റോഡും ഒക്കെ ഭയങ്കര മോശമായിട്ട് ഫീൽ ചെയ്തു. പിന്നീട് സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇങ്ങനെയാണ് റോഡ്. പാർക്കിംഗ് ഏരിയ ഇല്ല. പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ വീടും ഫ്ലാറ്റും
ഒക്കെ ഒരു ഇതിന്നാണ് ആ ഒരു പാർക്കിംഗ് സ്പേസ് ഉള്ളത്. അതുപോലെ തന്നെ നമ്മൾ പാർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എങ്ങനെയെങ്കിലും റൂം എടുത്താൽ മതി എന്നായിരുന്നു പിന്നെ തോന്നിയത്. റൂം എടുക്കാനാണെങ്കിൽ ഗൂഗിളിൽ നോക്കുമ്പോ ചുറ്റിക്ക് ഒരു 4-5 പ്രാവശ്യം, മാക്സിമം കുറെ പ്രാവശ്യം. ഇപ്പൊ തന്നെ കണ്ടോ ഇവിടെ ചിക്കനും ഒക്കെ തുടങ്ങിയിട്ട് ഇവിടെ തന്നെ സ്ട്രീറ്റിലൊക്കെ കണ്ടോ വെജിറ്റബിൾസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ തന്നെ വിൽക്കാനൊക്കെ. അപ്പൊ നമ്മള് പാർക്കിംഗ് സ്പേസ് കിട്ടിയില്ല, പിന്നെ അവസാനം കിട്ടിയത്. അപ്പൊ നമ്മൾ നന്നായി എക്സ്പ്ലോർ ചെയ്തു, റെസ്റ്റ് എടുത്തു, നല്ലൊരു പ്ലേസ് നമുക്ക് പാർക്ക് ചെയ്യാനും കിട്ടി. അപ്പൊ നമ്മൾ ഇനി സിൽച്ചർ പോയിട്ട് മണിപ്പൂര് പോവാനാണ് പ്ലാന്. അപ്പൊ നമുക്ക് സിൽച്ചറിക്ക് പോണ വഴികളാണ് അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയില് നമ്മളുടെ റോഡ് ട്രിപ്പ് ആയിരിക്കും. ഇതാണ് നമ്മൾ വരുമ്പോ അനുഭവിച്ചത് കേട്ടോ. കാരണം നമ്മൾ സ്വന്തമായിട്ട് വണ്ടിയിൽ, ബൈക്ക് ഏത് വണ്ടിയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ നേരത്തെ ഇറങ്ങാൻ നോക്കുക. കാരണം ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ചെറിയ റോഡാണ്, മലയോര പ്രദേശം ആയതുകൊണ്ട് ചെറിയ റോഡാണ്, അതിൽ നിറച്ച് വണ്ടികളാണ്. എല്ലാവരും ജോലിക്ക് പോകേണ്ട തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരുപാട് സമയമെടുക്കും. ഞങ്ങൾ വന്നപ്പോഴും ഇതേ ഒരു അവസ്ഥയായിരുന്നു. ഇവിടെ കണ്ടില്ലേ ചുറ്റും മുളങ്കാടാണ് കേട്ടോ. ഈ റോഡിന് ചുറ്റും നല്ല മുളങ്കാടുകളാണ്. അപ്പൊ നമ്മള് ഇവിടെയുള്ള ആൾക്കാരൊക്കെ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നദിയിലൂടെ മുള സ്മഗ്ലിങ്, മുള കടത്തലാണ് കേട്ടോ. വണ്ടിയിൽ കൊണ്ടുപോകുന്നുണ്ട്, പക്ഷെ അങ്ങനെ അല്ലാതെ നമുക്ക് പുഴകളിൽ കാണാൻ പറ്റും. ഫുള്ള് മുളകള് ഫുള്ള് കെട്ടിയിട്ട് ചന്ദനം നമ്മളാ അല്ലു അർജുന്റെ സിനിമയിലൊക്കെ കണ്ടായിരുന്നില്ലേ, അതുപോലെ ഇവിടെ മുളയാണ് കേട്ടോ. മുള സിൽച്ചർ ആസാമിലേക്കൊക്കെ നദി കൂടെ ഒഴുകുമ്പോ അങ്ങനെ എല്ലാം പീസാക്കി കട്ട് ചെയ്തിട്ട് വിടുകയാണ്. ഒരു മുളയുടെ പീസിന് 25 രൂപയാണ്. അപ്പൊ അവര് ഭയങ്കരമായിട്ട് ഇവിടെയാണ് കൂടുതലായിട്ട് ഉള്ളത്. മുളങ്കാടായി കാണാനൊക്കെ മുളങ്കാടുകളാണ്, മുകളിലാണെങ്കിലും താഴെയാണെങ്കിലും ഒക്കെ. ഒരു മാരേജ് ഫംഗ്ഷൻ ആണ് കേട്ടോ. അതാ ഇവിടെ മാരേജ് ഫംഗ്ഷൻ, അതന്നെ മാരേജ് തന്നെയാണ്. മാരേജ് ഫംഗ്ഷൻ ആണ് ഇവിടെ. ഫുള്ള് ലൈറ്റിനിങ് ആയിട്ട് സൂപ്പർ ആയിട്ടുണ്ട്. നമുക്ക് ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല കേട്ടോ. ടെൻഷൻ തിരിച്ചിട്ട്. അപ്പൊ ഇവിടെ നമുക്ക് മണിപ്പാലിലേക്ക് പോകുമ്പോ ILP എടുക്കണം. സോറി, അല്ല, മണിപ്പൂരിലേക്ക് പോകുമ്പോ എന്തായാലും ഇവിടെ നിന്ന് നമുക്ക് ILP ഒക്കെ എടുക്കേണ്ടതുണ്ട്. എന്തായാലും നമ്മൾ ഫോണിൽ ചെയ്തപ്പോൾ അതെന്തോ എററായി പോയി, അല്ലെങ്കിൽ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതേപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് എന്തായാലും ബൊമ്മയുടെ. വടിവേലു ഏത് കുരങ്ങ് ബൊമ്മ? നീ എങ്ങനെ ഫോട്ടോ കണ്ടത് എങ്ങനെ? അതെ, 200 രൂപയാണ് കേട്ടോ. നമുക്ക് ഫോട്ടോ നോക്കാം. 200 രൂപയാണ് ഇപ്പൊ നമുക്കിതിന്. വടിവേലു ഗൈസ് നോക്കിക്കേ, സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഫോട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ ബോർഡർ. ഇത് കണ്ടില്ലേ, നമ്മുടെ പേപ്പേഴ്സ് നമുക്ക് ഇവിടെ കാണിക്കാനുണ്ട്. നമ്മളിപ്പോൾ ബോർഡറിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മുടെ എന്താ പറയുക ഈ പെർമിറ്റൊക്കെ എടുത്തത് കേട്ടോ. അത് മൊബൈലിൽ തന്നെ എടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. താഴെ ഫുള്ള് സ്നാക്സിൻ്റെ കടയാണ്, അതാ കാണിച്ചു തരുന്നത്. എനിക്ക് ആദ്യം തന്നെ ഒരു മാർക്കറ്റൊക്കെ കാണാം. ഇത് മണിപ്പൂർ എൻ്റർ ആയിട്ടുള്ളതാണോ അതോ ബോർഡറിലുള്ളതാണ്? നമ്മുടെ പേപ്പർ ഇവിടെ കാണിക്കണം. അങ്ങനെ നമുക്ക് ഇതേ പിടികിട്ടാപ്പുള്ളി കണ്ടില്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ILP കിട്ടി. അപ്പോൾ ഇനി നമ്മളിവിടെ നിന്ന് നേരെ നമ്മുടെ വണ്ടി എടുത്ത് നമ്മൾ മണിപ്പൂരിലേക്ക് കിടക്കുകയാണ്. ഈ മലകളിൽ മൊത്തം മുളയാണേ, കണ്ടില്ലേ? നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇവിടെ ഒക്കെ അതാണ് കേട്ടോ, മുള കൃഷി തന്നെയാണ്. എല്ലാം അവിടെയും മുള കൊണ്ട് മടുത്തു കേട്ടോ. പിന്നെ അമ്മ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ മടുത്തു.
വണ്ടി ഓടിച്ചിട്ട് ഗായ്സ്. ഞാൻ പറയുന്നതാണോ തെറ്റ്? അതെ, എന്താണെങ്കിലും നമ്മുടെ ഉപ്പാട് തെറിച്ചു. ഇനി എത്രയോ ദൂരം, 150 കിലോമീറ്ററോളം ഇനിയും നമുക്ക് പോവാനുണ്ട്. ഈ ലോറി ഇങ്ങനെ ഉറഞ്ഞത് എന്താ? പെട്ടി മാത്രമല്ലോ, ടയറൊന്നും ഇല്ലല്ലോ. അതിന് ഇത്ര സ്പീഡിൽ ഇയാൾക്ക് വരാൻ പറ്റിയിട്ടുണ്ടാവില്ലല്ലോ. പെട്ടി പുതിയ വണ്ടിയാ, നമ്പറൊന്നും ഇല്ലാത്തതായിരുന്നു അല്ലേ? എന്താ സംഭവം? വണ്ടി അങ്ങോട്ട് താഴത്തേക്ക് മറിഞ്ഞാണാവോ? ഒരു സമയത്ത് ഒരു വണ്ടിക്ക് ഇത് എവിടുത്തെ സെറ്റപ്പാണെന്ന് സിക്കിമിൽ പോയപ്പോഴായിരുന്നില്ലേ? അതേപോലെ നമ്മളിപ്പോ ആകെ കുടുങ്ങിയിരിക്കുകയാണ് ഗായ്സ്. സത്യമായിട്ട് നല്ല കുടുങ്ങിപ്പോയി. ഇതൊക്കെ കടകളാട്ടോ. ഇതവിടെ നമ്മള് മിസോറാമിൽ പോയാലും മേഘാലയ പോയ ഒരു ടച്ച് ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് കാണാൻ പറ്റും ഈ മുള കൊണ്ടുള്ള, പക്ഷെ ഫുള്ളായിട്ട് മിസോറാമും പോലെ ഒന്നല്ല, ഫുള്ളായിട്ട് മുള കൊണ്ടൊന്നല്ല, കുറച്ചൊക്കെ ഇഷ്ടിക കൊണ്ടും ഒക്കെ തറയൊക്കെ കെട്ടിയ വീടുകളാട്ടോ ഇവിടെ കാണാൻ പറ്റിയ. നമുക്ക് ഇഷ്ടികയില്ല, പക്ഷെ അപ്പോഴേ കണ്ട വീട്ടിലൊക്കെ ഇല്ലേ പകുതി ഇഷ്ടികയുണ്ട്, പകുതി. ഇതൊക്കെ ഒരു കട, സാധനങ്ങൾ അവിടെ വെച്ചിട്ട് പോയിരിക്കുക. അതാണ് സാധനങ്ങളോ അല്ല, കവറിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടല്ലോ. കണ്ടോ റോഡ്? നിങ്ങൾ കണ്ടോ? വലിയ വലിയ കുഴികളാണ്. ഈ നൽപൂർ ഗവൺമെന്റുകാരെ എന്തുകൊണ്ട് ഈ റോഡ് നേരാക്കുന്നില്ല? നമുക്ക് ചോദിച്ചു നോക്കാം, തീർച്ചയായും ചോദിച്ചു നോക്കാം. അതെ, ഒന്ന് ഞാൻ ഇവരോട് പറയാം. നിങ്ങൾക്ക് ഇവിടെ വല്ല കണക്ഷനൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ അതിലേക്കൊന്ന്. കാരണം നമ്മൾ റോഡ് മുഖാന്തരം ട്രാവൽ ചെയ്യുന്ന ടൂറിസ്റ്റേഴ്സ് ആണ്. അപ്പൊ നമുക്ക് എന്തായാലും റോഡ് നേരായ മാത്രമാണ് നമ്മൾക്ക് ആ ഒരു സ്ഥലത്തെ കുറിച്ച് നല്ലൊരു അഭിപ്രായവും ഓർമ്മകളും കൂടുതലായിട്ട് ഉണ്ടാവും. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞാൽ മതിയായിരുന്നു, എന്നാ പിന്നെ ഇവിടുത്തെ ആള് റോഡൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ടാവില്ല. നമ്മള് വരുന്ന കാര്യം പറഞ്ഞ അങ്ങനെയല്ല, ഇത് വലിയ വലിയ കുഴികളാണേ, അതാണ് പ്രശ്നം. എത്ര വലിയ വലിയ കുഴികളാണെന്നറിയുമോ? ഇതാണെങ്കിൽ ഇങ്ങനെ ലോറികൾ ഫുള്ളും ട്രാൻസ്പോർട്ടേഷനും ഒക്കെ നടത്തുന്നതാണ്. അപ്പൊ ഇവിടെ ഒരു ബോർഡ് ഉണ്ട്, അൽ ജിർബാം റോഡ് ഡ്രൈവർ യൂണിയൻ ആണ് കേട്ടോ. യൂണിയൻ നമ്മൾ നല്ല റൂട്ടിൽ കൂടെ പോകണ എന്ന് പറഞ്ഞായിരുന്നു. നമ്മൾ പോലീസുകാരോടും ചോദിച്ചു, പെട്രോൾ പമ്പിലെ ആൾക്കാരോട് ചോദിച്ചിട്ടോ എങ്ങനെയുണ്ട്, നല്ല റോഡാണോ, ഗുഡ് റോഡാണോ എന്നൊക്കെ ചോദിച്ചു. എല്ലാവരും പറഞ്ഞു സൂപ്പർ, നല്ല റോഡാണെന്ന് പറഞ്ഞു. പക്ഷെ റോഡിന്റെ അവസ്ഥയൊന്ന് നോക്കൂ. നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ, റോഡിനെ കുറ്റം പറയാന്നല്ല. ബൊമ്മ റോഡിനെ കുറ്റം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഏതൊരു സ്ഥലത്ത് പോയാലും ബൊമ്മ ആദ്യത്തെ പരിപാടി അതാണ്, അവിടുത്തെ റോഡൊന്ന് നോക്കിയിട്ട് ആ റോഡിനെ കുറ്റം പറഞ്ഞിട്ടാണ് പിന്നെ പരിപാടി തുടങ്ങുള്ളൂ. കാരണം ഞാനല്ലല്ലോ വണ്ടി ഓടിക്കുന്നത്, അപ്പൊ വണ്ടി ഓടിക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ വണ്ടി എന്താ. അതെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ വണ്ടി പെട്രോൾ അടിച്ചാ ഓടും. അല്ല എന്താണ് ഈ വണ്ടിയിൽ സ്റ്റിയറിംഗ് ഉണ്ട്. സ്റ്റിയറിംഗ് ഉണ്ട്. സ്റ്റിയറിംഗ് ഇല്ലാത്ത വണ്ടിയില്ലല്ലോ. ഏത് വണ്ടിയിൽ ഹാൻഡ് ബ്രേക്ക് ഉണ്ടോ? ഏത്? ഓ ഗൈസ്, ഇത് പവർ സ്റ്റിയറിംഗ് അല്ല, അതാണ് കുട്ടി പറയണത്. അതുകൊണ്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും പറയണത്. ഓക്കെ ഓക്കെ. വളവൊക്കെ ഇങ്ങനെ ഓടിക്കുന്ന പോലെ ഓടിക്കണം. നിങ്ങൾക്ക് അറിയാലോ റോഡ്. അപ്പൊ ഞാൻ പറയണത് വല്ലതും പ്രശ്നമാണോന്ന്. ഞങ്ങള് റോഡിനെ കുറിച്ച് അത്രയും ചോദിക്കുകയൊക്കെ ചെയ്തോട്ടോ. വയ്യ ഗൈസ്, നമുക്ക് മടുത്തു എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ചൂടാണ് കേട്ടോ. യാത്ര ചെയ്തിട്ട് മടുത്തു എന്നല്ലാട്ടോ ഈ പറയുന്നത്. മൊത്തം ഈ ചൂടിനകത്ത് ഈ പൊട്ട റോഡും പൊടി കണ്ടില്ലേ, പൊടി നോക്കിയ പുറത്ത്.
ഞങ്ങൾ ടയേർഡായി. അപ്പൊ നമ്മൾക്ക് ചായ വെക്കാനൊന്നും വയ്യ. അപ്പൊ നമ്മൾ ചായ കുടിക്കാൻ പറഞ്ഞിട്ട് ഇവിടെ ഈ റോഡിനിടയിൽ ഇടയ്ക്ക് മാത്രം കണ്ടുവരുന്ന ഒരു കടയിലാണ് നമ്മൾ കയറിയിരിക്കുന്നത്. അപ്പൊ കണ്ടോ, ഫുള്ള് ഡസ്റ്റാ, സാധനങ്ങളിലും ഒക്കെ പൊടിയുണ്ട്. ചായ കിട്ടുമോ? ചായ കിട്ടും. ടയേർഡായില്ലേ, മടുത്തൂലേ? കൈ കടയുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ചോദിച്ചു നോക്കണം. ഈ വീട്ടിലോ? ഇവിടെ എവിടെ പാർക്ക് ചെയ്യാ? ഇവിടെ എവിടെ സ്ഥലം? അയ്യോ, ഒരു രക്ഷയില്ല കേട്ടോ. ഇത് കണ്ടില്ലേ, വല്ല പഴയ സിനിമയിൽ കാണുന്ന പോലെ ആ ഒരു സെറ്റപ്പാണ് കേട്ടോ. നമുക്കൊന്ന് എവിടെയെങ്കിലും നിർത്തി ചായ വെക്കാനോ ഒന്നിനും പറ്റില്ല. അങ്ങനെ പൊടിയൊക്കെ ആയിട്ടുള്ള റോഡാണ്. വണ്ടിയൊക്കെ നോക്കിക്കുക, ഫുള്ള് പൊടിയിൽ അങ്ങ് കുളിച്ച്. അപ്പോൾ നമ്മളെന്തായാലും ഇനി ഇവിടെ നിർത്തി നമ്മൾ ചായ ഒന്ന് കുടിക്കാമെന്ന് വിചാരിക്കണം ഈ കടയിൽ നിന്ന്. അപ്പോൾ അല്ലാതെ നിർത്തി എവിടെ ഒരു സൈഡിലേക്ക് ആക്കാൻ ഒന്നിനൊരു വഴിയില്ല. ഒരുമാതിരി അത്രയും നല്ല ബുദ്ധിമുട്ടിയിട്ടുള്ള റോഡാണ് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ നിന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഈ കാട്ടിൻ്റെ അകത്ത് പെട്ട സ്ഥിതിക്ക് നമ്മൾ ലുംബ വില്ലേജിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ലുംബ വില്ലേജിൽ ഇവർ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ദീദി, ഇതാണ് ദീദി കേട്ടോ. ദീദി ആപ്കാ നാം? लिल्ली। भैया का नाम? जियान। ഓ, ജിയാൻ. അപ്പോൾ ഇവരിൻ്റെ അടുത്ത് നമ്മൾ ചോദിച്ചു ഇവിടെ പാർക്ക് ചെയ്തോട്ടെന്ന്. ദീദി സേ വൺ ഹായ്. ദീദി ഭയങ്കര അടിപൊളിയാണ്. ദീദി പാവമാണ് കേട്ടോ. കാരണം നമ്മൾ ചോദിച്ചതും അവർ രണ്ടാളും അങ്ങോട്ടൊക്കെ സംസാരിച്ചിട്ട് നമ്മുടെ അടുത്ത് പാർക്ക് ചെയ്യാനൊരു മടിയൊക്കെ ആയിട്ടാണ് പറഞ്ഞത്. കണ്ടില്ലേ, നല്ല ക്ഷീണിച്ചു. അപ്പോൾ ബൊമ്മയാണെങ്കിലും ഭയങ്കര ക്ഷീണിച്ചു. നിർത്താതെയുള്ള വണ്ടി ഓടിക്കലല്ലേ. വഴി കണ്ടില്ലേ, അത്രയും മോശമായിട്ടുള്ള വഴിയാണ് കേട്ടോ. ഞാൻ ബൊമ്മ നേരത്തെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബൊമ്മയ്ക്കാണെങ്കിൽ സന്തോഷമായി. ഇങ്ങനത്തെ ഒരു വഴി ഇവർക്ക് തന്നെ വഴിയെ കുറിച്ച് പറയുമ്പോൾ നാണക്കേടായിട്ടാട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വണ്ടിയിലാണ് ഉറങ്ങുന്നത്, വണ്ടിയിലാണ് കുക്ക് ചെയ്യുന്നത്, നമുക്ക് ടോയ്ലറ്റിനൊരു ഫെസിലിറ്റി കിട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞു എപ്പോഴും പറയണമല്ലോ. അപ്പോൾ അവർക്കൊരു ഇൻട്രസ്റ്റ് കുറവ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അപ്പോൾ എനിക്ക് എന്തോ പോലെ നമ്മൾ പെട്ടെന്ന് നമ്മൾ ഇങ്ങനത്തെ ഒരു ഗ്രാമമല്ലേ. അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞ് നമ്മൾ വിസിലിംഗ് വില്ലേജിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ആരും ആ സമയത്ത് നമ്മളെ നോക്കാനൊന്നും ആരും ഇല്ലായിരുന്നു. അതൊരു കാടാണ്, ഇതൊരു കാടാണ്. പക്ഷേ കൂടെ കുറേ ലോറിക്കാർ അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയുണ്ട്, എന്നിരുന്നാൽ കൂടെ നമുക്ക് ഒരു അറിയാലോ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ശരി ഇന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഇന്ന് ഇതെവിടെ ഫോണൊക്കെ ചാർജിങ്ങിന് ഇട്ടൊക്കെയാണ്. ഒരു ചെറിയൊരു ഹോട്ടലാണ് കേട്ടോ അവരുടെ. അപ്പോൾ ഇത് സേഫായിട്ട് തോന്നുന്നു. അപ്പോൾ പിന്നെ നമ്മൾ എന്തായാലും പിന്നെ അത്രയും മടുത്തടോ, ഇന്ന് മടുത്തു എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവമേ എന്തൊരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ. ഈ വഴിയുടെ ഇല്ലേ, ഈ വഴീന്റെ ഈ വഴീനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാട്ടോ. ഞാൻ പറയാട്ടോ, ഈ നമ്മൾ അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെ പോയാ ഒരു ബൈസന്റെ മുകളിൽ അമ്യൂസ്മെന്റ് പാർക്കിന്റെ കാര്യമല്ല പറയുന്നേ. ഈ വഴി ഇനി ആരെങ്കിലും വരികയാണെങ്കിൽ ഇതിൽ കൂടെ വരരുത് എന്നുള്ളതാണ്. ഇതിൽ കൂടെ അല്ലാണ്ട് എങ്ങനെയാ വരിക? ഒന്നില്ലെങ്കിൽ ഐസ് വാളിൽ പോണം. അത് പറഞ്ഞ ഐസ് വാളിൽ നിന്ന് മിസോറാമിൽ നേരി ഇങ്ങോട്ട് വരണം. അത് ഇതേ മരുത്ത മോശമാണ്. നമ്മളാണ് സെക്കൻഡ് റൂട്ട് വന്നത്. ഇനി നാളെ വേറൊരു റോഡ് ഉണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് ഞങ്ങൾ നാഗാലാൻഡിൽ പോകുന്നുണ്ട്. ഇവിടെ നിന്നാണ് നാഗാലാൻഡിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പം 3ാമത്തെ റോഡും കാണും. അപ്പം 2 റോഡ് ഇപ്പം പിടുത്തം കിട്ടി, 3ാമത്തെ റോഡ് കാണാൻ പോണേ ഉള്ളൂ. അത് എങ്ങനെയാണെന്ന് അറിയില്ല. ഈ 3 റൂട്ടിലാണ് മണിപ്പൂരിലേക്ക് വരാൻ പറ്റുള്ളൂ കേട്ടോ. എല്ലാം അല്ലെങ്കിൽ ഫ്ലൈറ്റ് കയറണം. അതായിരിക്കും നല്ലത് തോന്നുന്നത്. എന്തായാലും നാളത്തോടെ നമ്മളൊരു വൈകുന്നേരത്തെ തീരുമാനം പറയാം. അപ്പോൾ ഇന്നലെ നമ്മൾ ഇവിടെയാണ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതൊരു ഹോട്ടലാണ് കേട്ടോ. അതിൻ്റെ അകത്ത് തന്നെ ചെറിയൊരു വീടും ചെറിയൊരു സ്ഥലവും ഉണ്ട് അവർക്ക് ഉറങ്ങാനൊക്കെ. അപ്പോൾ അവരവിടെ കിടന്നുറങ്ങി, നമ്മളിവിടെ സേഫായിട്ട് കിടന്നുറങ്ങി. ഇതിൻ്റെ മേലെ എന്താണെന്നാണ് പറഞ്ഞത്? മിലിറ്ററി ക്യാമ്പോ? അതെ. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ഇനി നേരെ ഇംഫാലിലേക്ക് പോവുകയാണ്. ഇംഫാലിലേക്ക് ഇനി ഏകദേശം ഒരു 140 കിലോമീറ്റർ ഉണ്ട്. ഇന്നലെ അത്രയും വയ്യാതെ ആയി കഴിഞ്ഞപ്പോഴാണ് വണ്ടി നിർത്തിയത്. അപ്പോൾ എന്തായാലും നമുക്ക് യാത്ര തിരിക്കാം. അപ്പോൾ നമ്മൾ കുറേ നേരത്തിന് ശേഷം നമ്മളിപ്പോൾ ഒരു ടൗണ് കാണാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ടൗണ്. സ്ഥലം
എവിടെയാണെന്ന് നമുക്ക് അറിയുന്നില്ല, കാരണം ഇവിടുത്തെ സ്ഥലപ്പേരൊന്നും കാണുന്നില്ല എവിടെയും. പക്ഷെ ഇതൊരു മാർക്കറ്റും ടൗണും ഫുഡ് ഗ്രെയിൻസും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ടൗൺ ആണ് കേട്ടോ. അപ്പൊ 2 വഴിയാണ് കേട്ടോ നമുക്ക് ഈ സ്ട്രീറ്റിൽ നിന്ന് കാണിക്കണത്. കണ്ടോ, ഇതൊരു വഴിയാണ്. മെയിൻ റോഡ്, നമ്മൾ വന്ന റോഡ് അത് തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ഇപ്പൊ ഇവിടെ നമുക്ക് എന്താ കുഴപ്പം, എന്തൊക്കെയാണ് എഴുതിയേക്കുന്നത്? റെങ് പാങ് ഈ സ്ഥല പേരാണ് കേട്ടോ, റെങ് പാങ്. അതെ. അപ്പൊ ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് ഈ വഴിക്ക് അല്ലേ, ഇവിടുന്ന് നമ്മൾ നേരെ, അതെ. അപ്പൊ നമ്മൾ ഇനി നേരെ ഈ വഴിയിലേക്ക് ഇത് കൂടെ പോവാ. അവിടെ വലിയ കുഴപ്പമില്ലാത്ത വഴിയാന്നാ പറയണത്, പക്ഷെ ഇത് ചെറിയ റോഡാണ്. അപ്പൊ നമ്മൾ ഇത്രയും ഒരു 100-150 അല്ല 120 135 കിലോമീറ്ററോളം വന്ന വഴി കണ്ടല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ വഴിയൊന്ന് മാറ്റി പിടിച്ചേക്കാണ്, എന്താവുന്ന നമുക്ക് കണ്ടറിയാം. അതെ. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്ത വഴി കണ്ടില്ലേ, ഇതാണ് കേട്ടോ. ഈ ഒരു വീതിയാണ് ഈ വഴിക്കുള്ളത്. പക്ഷെ നല്ല രസമാണ്. ഇതേ നോക്കിക്കേ, ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ കുറേ വാഴയും അങ്ങനത്തെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ വന്നതൊക്കെ ദേ കണ്ടില്ലേ, ആ മലയിറങ്ങി അങ്ങനെ വന്നിട്ടാണ് നമ്മൾ ഇങ്ങെത്തിയത്. വേറൊരു രക്ഷയില്ല. നമുക്ക് ഇവിടെ നിന്ന് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വഴികളല്ലാതെ വേറൊരു വഴിയില്ല. അപ്പോൾ നമ്മൾ എന്തായാലും 2 ദിവസം എടുക്കും നമ്മൾ ഈ വഴി പോകണമെന്നുണ്ട് പറഞ്ഞ ഏത് വണ്ടിയാണെങ്കിലും കേട്ടോ. ചെറുതല്ല, വലിയൊരു കൊക്കയാണ് കേട്ടോ താഴേക്ക്. ഇതാണ്ട് ഫുള്ള് മലനിരകളാണ്. ഇപ്പൊ ചെറിയൊരു തണുപ്പുണ്ട്. ഇത്രയും നേരം കുറച്ച് ചൂടായിരുന്നു, താഴെ ചൂടാണ് കേട്ടോ. ഇപ്പൊ നമ്മള് മുകളിലേക്ക് ഇങ്ങനെ കേറിയപ്പോ ലേശം ഒരു ചൂടുണ്ട്. ഭയങ്കര റിസ്കി ആയിട്ടൊരു ഇതാണ്ടോ, ലാൻഡ് സ്ലൈഡിങ് ഒക്കെ നടന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ. അപ്പൊ ഒരു റിസ്കി ആയിട്ടുള്ള ഒരു വേ കൂടിയാണ് കേട്ടോ ഇത് നമ്മള് പോണത്. അപ്പൊ നമ്മള് ഭയങ്കര വിശന്ന് ടയേർഡ് ആയതുകൊണ്ട് നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തു. നമ്മളിപ്പോ ചായ ഉണ്ടാക്കാൻ പോകുകയാണ് കേട്ടോ. ഇതപ്പോ ഭയങ്കര ടയേർഡായ ആൾക്ക് വിശക്കും. ഒറ്റയ്ക്കല്ലേ വണ്ടി ഓടിക്കുന്നത്, നിങ്ങളെ കണ്ടില്ലേ, ഈ റോഡ് മോശമാണ്. അപ്പൊ ആള് ഭയങ്കര ഒറ്റയ്ക്ക് ഡ്രൈവിംഗ് ആയതുകൊണ്ട് ഭയങ്കര ടയേർഡ് ആയിട്ടുണ്ട്. ചായപ്പ് വെച്ചേരാ കേട്ടോ. പാവും നമുക്കൊന്ന് പോയി പറഞ്ഞാലോ മിനിസ്റ്റർ റോഡ്. അപ്പൊ നമ്മൾ കണ്ടോ, ഇനിയും 50-52 കിലോമീറ്റർ ഇനിയും പോവാനുണ്ട്. ഇപ്പൊ ചായ ആയിട്ടുണ്ട്, ഞാൻ ചായ വെച്ച് കൊടുക്കട്ടെ. ആള് ടയേർഡായതല്ലേ, ഒന്ന് ചായയൊക്കെ വെച്ച് കൊടുത്തിട്ട്. നമ്മളുടെ അടുത്ത് വേറെ ഒന്നുമില്ല. അപ്പൊ ചായയും ഇന്നലെ മേടിച്ച ക്രാക്ക് ജാക്ക് ബിസ്ക്കറ്റും ഉണ്ട്, അപ്പൊ അതും കഴിക്കാം. ഇത് കണ്ടോ, ഇതൊക്കെ ഓരോ വീട്, ഒരു ഗ്രാമത്തിലെ വീടുകളാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ, മലകൾക്ക് നടുവിൽ ഒരു പ്ലേ ഗ്രൗണ്ട്, അതിൻ്റെ ചുറ്റുമായിട്ടൊരു വീടുകളും സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ. നല്ലൊരു വ്യൂസാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുക കേട്ടോ. നമ്മളിവിടെ അപ്പോൾ പോണ വഴി കണ്ട ഒരു മനോഹരമായ കാഴ്ച കണ്ടപ്പോൾ നമ്മൾ വണ്ടി ഇങ്ങനെയൊക്കെ ഇവിടെ പാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇതാ കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കണ്ടാൽ ഞങ്ങൾക്കും കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. നല്ല രസമല്ലേ, നല്ല മനോഹരമായിട്ടൊരു കാഴ്ച കേട്ടോ. അതുകൊണ്ടോ നല്ല നല്ല കുത്തനെ നല്ല ഫോഴ്സിൽ ഒഴുകണ ഒരു റിവറാണ് കേട്ടോ. നമ്മൾ വരുമ്പോൾ ഒരു പ്രജത ലുങ്സായി വരുന്ന ആ പ്ലേസിലേക്ക് എത്തണതിന് മുമ്പായിട്ട് കാണാൻ പറ്റണത് നല്ലൊരു വ്യൂ ആണ് കേട്ടോ, റിവറിന്റെ വ്യൂ. നമ്മളത് മലയുടെ ഏകദേശം മുകൾ ഭാഗത്തേക്ക് എത്തി. ഇനി താഴെയോട്ട് ഇറങ്ങാണോ വേണ്ടത്, അതോ ഇനിയും മുകളിലേക്ക് കയറണോ വേണ്ടത് അറിയില്ല കേട്ടോ. ഇത് കണ്ടില്ലേ, എല്ലാം അവിടെ നല്ല ഉണങ്ങി മുരിഞ്ഞ് കിടക്കുക അല്ലേ. പക്ഷെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നല്ല രസമായിട്ടുള്ള കാഴ്ചകളാണ്. നമുക്ക് വെയിലിൻ്റെ ഒരു എന്താ പറയുക, ഒരു കഠിനമായ ഒരു ചെറിയ ചൂടുണ്ട്, എന്നാലും കുഴപ്പമില്ല. നല്ല വഴികളും നല്ല കാഴ്ചകളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നത് കൊണ്ട് ദൂരം പോകുന്നത് അറിയുന്നില്ല. എന്തായാലും ഭയങ്കര മനോഹരമായിട്ടുണ്ട്. പിന്നെ നമുക്ക് ചുറ്റും
ഒക്കെ നോക്കിക്ക്. ഇവിടെയൊക്കെ ആണെങ്കിലും കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള കണ്ടോ. എത്ര മനോഹരമായിട്ടല്ലേ, ഫുള്ള് വാഴയാ. എല്ലാം ഇത് വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ, കാരണം ഇതൊക്കെ ഉണങ്ങിയിട്ടും ചില ഇടങ്ങളിൽ കത്തിച്ചിട്ടും ഒക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് കാണാൻ പറ്റും. എല്ലാ മലേന്റെ മുകളിൽ കൂടെ തന്നെ കൃഷികള്. നമ്മുടെ വണ്ടിയിലല്ലോ, അല്ല വേറെ കുറെ പട്ടാളക്കാരുടെ വണ്ടിയൊക്കെ പറന്നു പോയിട്ടുണ്ടായിരുന്നു. ഭയങ്കര വഴി മോശമായതുകൊണ്ട് ക്ലച്ച് കയറിട്ടാ ചോദിച്ചതാ. പക്ഷെ ഇപ്പൊ വഴി അടിപൊളിയായിട്ടുണ്ട്. താങ്ക് ടു ഗോഡ്. ഇനി മോശമായ മടുത്തു പോകും. നമ്മള് ചില സമയത്ത് നമ്മൾക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാലേ, പ്രകൃതിയെ നമുക്കിങ്ങനെ കമന്റ് വരുവേ, പ്രകൃതിയെ വർണ്ണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമ്മളെ ഒരു യാത്രയിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട്. നമ്മളാരെയും കുറ്റം പറയല്ല. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇനി ഒരു പക്ഷേ നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് വരാൻ, ഒരു കുടുംബസമേതം അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ വരാൻ നിങ്ങൾ താല്പര്യം കാണിക്കുമ്പോൾ നിങ്ങളിതെല്ലാം അറിഞ്ഞിരിക്കണ്ടേ. അല്ലാതെ പ്രകൃതി ഇതേ നോക്കിക്ക്, ഇതൊക്കെ നല്ല ഭംഗി തന്നെയാണ്, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്, അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ്. നമ്മളൊരു ഹിൽ സൈഡിൽ കൂടെ പോവുകയാണ്, താഴേക്ക് ഇതൊക്കെ നമുക്ക് സ്വപ്ന തുല്യമായിട്ടുള്ള ഒരു യാത്ര തന്നെയാണ്. പക്ഷെ അതിന്റെയൊക്കെ ഒരു ഭാഗമാണ് കേട്ടോ ഈ റോഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നമ്മളുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ നല്ല റോഡിൽ കൂടെ നമ്മളെ വീഡിയോ, നമ്മൾ നല്ലത് മാത്രം, നല്ലത് അല്ലെങ്കിൽ ചീത്ത മാത്രം, എന്താണെങ്കിൽ ഒന്നിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കാര്യം. നമ്മൾ കാണുന്നതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്കും ഈ റോഡിനെ കുറിച്ച് ഒരു പിടുത്തം ഉണ്ടാവും. കാരണം നമ്മുടെ സിൽച്ചറിൽ നിന്ന് ഇങ്ങോട്ട് വരികയെന്നുണ്ട് പറഞ്ഞാൽ നമുക്ക് എന്തായാലും 2 ദിവസം ഡ്രൈവ് ചെയ്യണം. ആ ഒരു വഴിയാണ് ഇപ്പോൾ നിങ്ങൾ യാത്രയിലൊക്കെ ഉടനീളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ മണിപ്പൂരിൽ ഒരു ടൗണിലാണ്. അതായത് ഇവിടെ ലോക്തക് എന്ന് പറയുന്ന ഒരു ഫ്ലോട്ടിംഗ് ലേക്ക് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മെയിൻ ടൗൺ ക്യാപിറ്റൽ ഇൻഫാളിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരിങ്ങ് വരുമ്പോൾ തന്നെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഒരു റോഡ് ഉണ്ടാവും. ഇത് ഈ കാണുന്ന ജംഗ്ഷൻ തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇൻഫാലിലാണ്. ഇൻഫാലിലേക്ക് ഒരു 10-22 കിലോമീറ്റർ കൂടിയുണ്ട്. ഇതേപോലെ ലോക്താക്കിലേക്കും ഈ റോഡാണ്, ഒരു 10-24 കിലോമീറ്റർ ഉണ്ടാവും. കണ്ടോ, ഇവിടെ പാടങ്ങളൊക്കെ കൊയ്ത്ത് കഴിഞ്ഞു കേട്ടോ. എല്ലാം കൊയ്ത്ത് കഴിഞ്ഞ ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടെ പുല്ലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മള് ഓപ്പോസിറ്റ് സൈഡ് പോകുകയാണെങ്കിൽ, ബിഷ്ണുപൂറിന് ഓപ്പോസിറ്റ് സൈഡ് പോവുകയാണെങ്കിൽ, അത് പറഞ്ഞാൽ റൈറ്റ് സൈഡ് പോവുകയാണെങ്കിൽ ലോക്തക്കിൽ ലേക്കിലേക്ക് എത്തും. അപ്പൊ ലെഫ്റ്റ് സൈഡ് പോവുകയാണെങ്കിൽ 27-29 കിലോമീറ്റർ ഉണ്ട്. മണിപ്പൂരിന്റെ ക്യാപിറ്റലായ ഇംഫാലിൽ എത്തും കേട്ടോ. നമ്മളിപ്പോൾ ഇംഫാൽ ലക്ഷ്യമായിട്ടാണ്, കാരണം റോഡൊക്കെ ഭയങ്കര മോശമായിരുന്നു. അപ്പം നമ്മൾ ലോക്തക്കിൽ പോയാൽ നമുക്ക് സ്റ്റേ ചെയ്യാനോ ഒന്ന് ഫ്രഷ് ആവാനോ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം നമ്മൾ ഇംഫാലിൽ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാൻ പറ്റുമോ, അത് പറഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് നമ്മൾ ഇംഫാലിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേ ഒരു വലിയ കുഴപ്പമില്ലാത്ത ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് യൂത്ത് ഹോസ്റ്റലാണ്, മണിപ്പൂർ യൂത്ത് ഹോസ്റ്റലാണ്. അപ്പോൾ ഇവിടെ അത്യാവശ്യം സുരക്ഷിതമാണെന്ന് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ യാത്രയിൽ പരിചയപ്പെട്ട അവരിവിടെ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ എത്തി. അപ്പോൾ നമ്മളിവിടുത്തെ മാനേജറോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ഓക്കെ, ഇവിടെ നിന്നോ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഡോർമെട്രി ഉണ്ട്, ഡോർമെട്രി ഉണ്ട്, പിന്നെ സെപ്പറേറ്റ് റൂമുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിങ്ങനെ വണ്ടിയിലാണ് താമസിക്കുന്നത്, സേഫായിട്ടൊരു സ്ഥലം തന്നാൽ മതി പറഞ്ഞു. അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഓക്കെ അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ യൂസ് ചെയ്തോ പറഞ്ഞു. നമ്മളപ്പോൾ കുളിക്കാൻ പോവുകയാണ്, നമ്മുടെ ഡ്രസ്സൊക്കെ എടുത്തിട്ട്. എന്നിട്ട് നമുക്ക് വണ്ടിയിൽ ഒന്നൊന്ന് സുഖമായിട്ട് കിടന്നുറങ്ങണം ഇന്ന്. അപ്പോൾ എന്തായാലും ഇത് ഇന്നത്തേക്കുള്ളതല്ല അല്ലേ, ഇത് നാളത്തേക്കുള്ളതാ ഉമ്മേ നമ്മുടെ കടല. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ പാകം ചെയ്തു. ഇതേ കണ്ടില്ലേ, എനിക്ക് കോഴിമുട്ട വേണ്ട കേട്ടോ ഉമ്മേ, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇത് എനിക്ക് പൊട്ടിക്കരുത് എന്ന്. എന്ത് സ്വഭാവമാണോ ഇത്, ഇവിടെ എന്തോ ചെയ്യുന്നുണ്ട് ഗൈസ്, അതും നശിപ്പിച്ചു. എന്ത് പരിപാടി, ഇതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് വേണ്ട, അത് നീ തന്നെ കഴിച്ചോ, എനിക്ക് വേണ്ട ഈ പൊട്ടിയ മുട്ട, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട ഇത്.
നമ്മൾ വേറെ എന്താ ഉണ്ടാക്കിയത്? ചോറുണ്ടാക്കി. ഞങ്ങളിന്ന് നെയ്ച്ചോറാണ് കേട്ടോ ഗൈസ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ അതിരുന്നിട്ടാ നമ്മുടെ വണ്ടിയുടെ അകമൊക്കെ കണ്ടില്ലേ? നമ്മുടെ മിസോറാമിലത്തെ പിള്ളേര് നമുക്ക് അരിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നല്ലോ, അത് ബാക്കി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളൊരു നെയ്ച്ചോറും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെന്ത് ചെയ്തിട്ടും എനിക്ക് വേണ്ട, അതൊരു രസം ഉണ്ടാവില്ല. ഈ പൊട്ടിയ മുട്ട എന്ത് വേണം പൊട്ടി അത് സ്ഥിരം അമ്മയൊക്കെ പറയുന്ന ഡയലോഗ്. അപ്പോൾ നമ്മള് ഇന്ന് നമ്മുടെ അത് കിട്ടോ? ഓക്കേ, കണ്ടോ ഫുള്ള് സെറ്റായിട്ട് നമ്മുടെ. ഇതെന്താ മമ്മേ? ഇതെന്താ? എന്നോട് ക്ഷമിക്കണം ഗൈസ്. സ്പ്രിംഗ് ഒനിയനോ? അത് നല്ലതാ. എന്തായാലും മുട്ട പൊട്ടിയില്ലേ? എനിക്ക് പൊട്ടിയ മുട്ട വേണ്ട.